ഹായ് ഹലോ നമുക്ക് നമ്മളെ സിലബസിൽ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ഒരു റിവിഷൻ നടത്താം കേട്ടോ. കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഞാൻ. റിവിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. നിങ്ങൾ പഠിച്ച ഡെപ്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനത്തിനെയാണ് റിസർച്ച് എന്ന് പറയാം. സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അത് ഹ്യൂമൺ റിലേറ്റഡ് ആയിട്ടുള്ള പഠനമായിരിക്കും അല്ലേ. അപ്പോൾ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ അതിന് വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. വളരെ എന്താ പറയുക, ടൂൾസ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ റിസർച്ചാണ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പഠനത്തിന് നമ്മൾ 2 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് 2 അപ്രോച്ചസ് ഉണ്ട്, സമീപനങ്ങളുണ്ട്. അതാണ് എന്തൊക്കെ? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും ക്വാളിറ്റേറ്റീവ് അപ്രോച്ചും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് പേര് പോലെ തന്നെ ക്വാണ്ടിറ്റി അല്ലേ, ഇത്ര ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ, അതായത് ഒരു സംഖ്യകളിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ഥിതി വിവരക്കണക്കിലൂടെയോ ഒക്കെ പിന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. നമ്പേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ് നമ്മൾ ന്യൂമറിക്കലിയാണ് എങ്ങനെ ഇതിനെ റിസർച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ഇതിന് നമുക്ക് ഓൺലൈൻ പോൾസ്, സർവേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ഒരു 100 സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 100 സ്റ്റുഡൻസിനെ എടുക്കുന്നു. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ഇതിനെ വിവരങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്ര ആളുകളിൽ എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. കൃത്യമായൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് ഇതൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയായിരിക്കും അല്ലേ. റിലയബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അല്ലേ. വാലിഡിറ്റി ഉണ്ട് ഇതിന് അല്ലേ. അപ്പോൾ അങ്ങനെയും ഓർത്ത് വെക്കുക. അടുത്തതെന്താ? ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ള ആലോചിക്കുക. അതായത് ഒരു ഫീലിങ്സ്, ഒരു ഇമോഷൻസ്, നമ്മുടെ അനുഭവം, നമ്മുടെ അഭിപ്രായം, ഒപ്പീനിയൻ, എക്സ്പീരിയൻസ്, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊക്കെ ഈ ഒരു അപ്രോച്ചിൻ്റെ മെത്തേഡുകളാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഒരു റിസർച്ച് ഡിസൈനാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസർച്ച്, ഒരു ഗവേഷണം നടത്താൻ ഒരു പ്ലാൻ വേണം അല്ലേ, ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് വേണം അല്ലേ. അതിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ക്രോസ് സെക്ഷണൽ ആവാം, ലോങ്ങിറ്റ്യൂഡിനൽ ആവാം, കേസ് സ്റ്റഡി ആവാം, എക്സ്പെരിമെൻ്റൽ ആവാം. ശരിക്കും ഈ ഡിസൈനിലുള്ളതാണ് എക്സ്പെരിമെൻ്റലൊക്കെ. നമ്മൾ പർപ്പസാണ് റിസർച്ചിൽ എന്തിനു വേണ്ടി, എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളതിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നൊക്കെ ഉള്ളത്. ഒരു പർപ്പസ് എങ്ങനെയാണ് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത രീതിയാണത്. പിന്നെ ഡിസൈനിലേക്ക് പോകുമ്പോൾ നമുക്കുള്ളത് ഈ പറഞ്ഞ പോലെ ക്രോസ് സെക്ഷണൽ, ലോങ്ങിറ്റ്യൂഡിനൽ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഒക്കെയാണ് ഉള്ളത്. ആദ്യം നമ്മൾ പർപ്പസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. നമ്മളൊരു റിസർച്ച് എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഗവേഷണം നമ്മൾ നടത്തുകയാണ്. എന്തിനു വേണ്ടി? അതിൻ്റെ ഒരു പർപ്പസ് എന്താ? അപ്പോൾ അതിന് എക്സ്പ്ലറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, അങ്ങനെ 3 തരം നോക്കാം നമുക്ക്. എക്സ്പ്ലറേറ്ററി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് ആ മീനിങ്. അതെന്താ? എക്സ്പ്ലോർ ചെയ്യുകയാണ് അല്ലേ. അതായത് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ചറിവുള്ള ഒരു ഏരിയയിൽ ഒരു വിഷയത്തിൽ ഒരു പ്രാഥമിക അറിവ് ശേഖരിക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലമായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആവുക. അതിനൊരു ഹൈപ്പോത്തസിസിൻ്റെ, ഒരു അസംഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ആ കാര്യം അറിയണം, അത് ഫെമിലിയർ ആവണം, അതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിവ് ശേഖരിക്കണം. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കേട്ടോ. ഒരു ഡെഫിനിറ്റ് കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്നുമല്ല. ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നമ്മൾ പ്രൈമറിലി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നേടിയെടുക്കുക. അപ്പോൾ അത്രയാണ് എക്സ്പ്ലോറേറ്ററി. അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതെന്താ? ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ആ വേർഡ് തന്നെ നോക്കുക. ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്, അതായത് ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം.
ഇപ്പോൾ നമ്മളെ പി എസ് സിക്കാരെ തന്നെ എടുക്കുക. പി എസ് സിക്കാർ പി എസ് സി എത്ര മണിക്കൂർ ആസ്പിരൻസ് ഒരു പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം ഒരു സാമൂഹികമായ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു പ്രതിഭാസത്തിനെയൊക്കെ വിശദമായി വിവരിക്കുക എന്ന ലക്ഷ്യമാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനുള്ളത്. ഡാറ്റ കളക്ട് ചെയ്ത് ഒരു കൃത്യമായ വിവരം കൊടുക്കുക, ആരാണ്, എന്താണ്, എപ്പോഴാണ് എന്ന്. അതായത് ആ ഒരു ഡാറ്റയിൽ നിന്ന് എല്ലാ വിവരങ്ങളും നമുക്ക് കൃത്യമായ എല്ലാ വിവരങ്ങളും കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റിനെ സ്വാഭാവിക ചുറ്റുപാടിൽ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലറേറ്ററി നമ്മൾ പറഞ്ഞത് സിമ്പിളായിട്ട് ഒരു പ്രൈമറി ആയിട്ടൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഡിസ്ക്രിപ്റ്റീവിന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു വിവരമാണ് അനലൈസ് ചെയ്ത് എടുക്കുന്നത്. അടുത്തത് എക്സ്പ്ലനേറ്ററി റിസർച്ചാണ്. എക്സ്പ്ലനേറ്ററി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക, കാരണം കണ്ടെത്തി മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതൊരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം നമുക്ക്. എന്താ കാരണം, അതിൻ്റെ എഫക്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. വൈ ആൻഡ് ഹൗ റിസർച്ച് എന്ന് ചോദിച്ചാൽ അത് എക്സ്പ്ലനേറ്ററി റിസർച്ചാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റിസർച്ച് നടത്തുക, സ്റ്റുഡൻസ് എന്തുകൊണ്ട് ഫെയിലാവുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണം ലാക്ക് ഓഫ് പ്രിപ്പറേഷനാണ്. അങ്ങനെ നമ്മൾ കാരണം കണ്ടെത്തുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ ഒരു പഠനമാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. അടുത്തത് പ്രൈമറി റിസർച്ച് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്താണെന്നുള്ളതാണ്. ഒരാൾ നേരിട്ട് വിവരം ശേഖരിക്കുകയാണെങ്കിൽ അതിന് പ്രൈമറി പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം എന്ന് പറയും. ഒരാളുടെ ഡയറി, അതൊക്കെ അയാൾ പ്രൈമറി ആയിട്ട് വിവരം ശേഖരിച്ച് വെക്കുന്ന കാര്യങ്ങളാണ്. ഇനി സെക്കൻഡറി എന്ന് പറയുന്ന ഡാറ്റ എങ്ങനെയായിരിക്കും? വേറൊരാൾ ശേഖരിച്ച് വെച്ചതിൽ നമ്മൾ എടുക്കുക ബുക്സ്, പിന്നെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ, സെൻസസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡറി സോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി റിസർച്ചായിട്ടാണ് കണക്കാക്കുന്നത്. അത്രയേ ഉള്ളൂ പ്രൈമറിയും സെക്കൻഡറിയും. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് പ്യുവർ ആൻഡ് അപ്ലൈഡ് റിസർച്ച് എന്താണെന്നുള്ളതാണ്. നമ്മളൊരു റിസർച്ച്, ഒരു ഗവേഷണം നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരിക, റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പ്യുവർ ആൻഡ് അപ്ലൈഡ് റിസർച്ച് എന്നുള്ളത് പറയുന്നത്. നമ്മൾ ബേസിക്കായിട്ടൊരു റിസർച്ച് നടത്തി, അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തത്വങ്ങൾ വികസിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ നോളജ് ജസ്റ്റ് അറിവ്, അതിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ ലക്ഷ്യമാണ്. അടിസ്ഥാന വിവരം കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്കുള്ള അറിവ് ഇന്നത് ഇങ്ങനെയാണ് എന്നതൊക്കെയുള്ള ഒരു അറിവ്, നമ്മുടെ നോളജിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു റിസർച്ചാണതെങ്കിൽ അതാണ് പ്യുവർ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ബേസിക് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു പ്രാക്ടിക്കൽ യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള നമ്മൾ ഗവേഷണം നടത്തി അത് കണ്ടെത്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു, അത്രയേ ഉള്ളൂ അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനെയാണ് പ്യുവർ റിസർച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അപ്ലൈഡ് റിസർച്ച് എന്താണെന്നുള്ളതാണ്. അപ്ലൈഡ് റിസർച്ച് എന്താണ്? അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കലി അതിനൊരു ഗവേഷണം നടത്തിയ ഒരു കാര്യത്തിനൊരു പ്രോബ്ലം സോൾവിങ് ഇഫക്റ്റ് ഉണ്ട്. ഒരു പ്രാക്ടിക്കലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു റിസർച്ച്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ വിവരശേഖരണം ഉപയോഗപ്പെടുത്തുക, പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അങ്ങനെയൊക്കെയുള്ളതാണ്. നമ്മളെ ജസ്റ്റ് അറിവ് വർദ്ധിപ്പിക്കാനല്ല, ഒരു വിവരം കണ്ടെത്തി അതിന് അതിനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെയുള്ളൊരു രീതിനെയാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ആ ഒരു വിവരത്തിനെ ആപ്ലിക്കേഷനിൽ വരുത്തുക, പ്രാക്ടിക്കലി വരുത്തുക, അതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു കാര്യം കൂടെ, ഡിസൈൻസ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്താണെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഒരു പ്ലാന് തയ്യാറാക്കുക എന്നുള്ളത് പറഞ്ഞു. അതിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ? ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ചും ക്രോസ് സെക്ഷണൽ റിസർച്ചും ഒക്കെ. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ലോങ് ടൈമാണ് അതായത് സമയമെടുത്ത് ഒരേ ഗ്രൂപ്പിനെ ദീർഘകാലയളവിൽ നിരീക്ഷിക്കുക, റിസർച്ച് നടത്തുക. അത് ആ ഒരു മെത്തേഡിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ, അങ്ങനെ ഒരു പ്ലാനിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്താ? വൺ ടൈമാണ്. അതായത് ചെറിയൊരു നിശ്ചിത സമയം എടുത്തിട്ട് വലിയ വിഭാഗം ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തുക. നമ്മളൊരു സ്നാപ്ഷോട്ട് എന്നൊക്കെ പറയും പോലെ ചെറിയ സമയം മൊത്തം വിവരം എടുക്കുക. അതിനെയാണ് ഒരു ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ്. ഇനിയുള്ളത്
നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നോക്കാനുണ്ട്. പിന്നെ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്സ് എന്താ, ലാസ്റ്റ് സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചൊക്കെ ചോദിക്കും. അതൊന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഫോമുലേഷനാണ്. നമ്മളെന്താ ഒരു റിസർച്ചിന് എടുക്കേണ്ട വിഷയം എന്നുള്ളത്, എന്താ പഠിക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. അതായത് ഓൾറെഡി ഉള്ള ബുക്കും കാര്യങ്ങളുമൊക്കെ പിന്നെ പഠനത്തിന് വിധേയമാക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഹൈപ്പോത്തിസിസ്, അതായത് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളൊരു അസംഷൻ തയ്യാറാക്കുന്നത്. നാലാമത്തത് റിസർച്ച് ഡിസൈന്, നമ്മൾ പറഞ്ഞ പോലെ പ്ലാന്, മെത്തേഡ്, ഇതൊക്കെ പിന്നെ സെറ്റ് ചെയ്യാം. അടുത്ത ഡാറ്റ കളക്ഷനാണ്. സർവേയും ഇൻ്റർവ്യൂവും പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറേ മെത്തേഡ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. പിന്നെ അതിനെ അനലൈസ് ചെയ്യുക, റിസൾട്ടിലേക്ക് എത്തിക്കുക. അനലൈസ് ചെയ്തിട്ട് ഇന്നതാണ് റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അത് കൺക്ലൂഡ് ചെയ്യുക. ഫൈനൽ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷനിൽ എഴുതുക, റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണൊരു റിസർച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും എക്സ്പ്ലെയിൻ അല്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ശരിക്കും HSST, സോഷ്യോളജി അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. അപ്പോൾ നോർമലി ചോദിച്ച അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. റിസർച്ച് എന്നതെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണെങ്കിൽ അത് പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്തത് പോപ്പുലേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ പാർട്ടാണ്. വൈ ആൻഡ് ഹൗ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു എക്സ്പ്ലനേറ്ററി റിസർച്ചാണ്. ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിലാണ്. ഇൻ്റർവ്യൂ, ഒപ്പീനിയൻ, എക്സ്പീരിയൻസ് ഒക്കെ എന്തിലാണ്, ക്വാളിറ്റേറ്റീവിലാണ്. പക്ഷേ അവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ട് HSSTയിൽ വന്നത്, അത് നോക്കാവേ. ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എമംഗ് ദ ഫോളോയിങ് മെത്തേഡ് യൂസ്ഡ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അതായത് കൃത്യമായൊരു ക്വസ്റ്റ്യനെയറൊക്കെ വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരെ, കൃത്യമായ ആൾക്കാരുണ്ടാവും, എണ്ണം ഉണ്ടാവും, അങ്ങനെ കളക്ട് ചെയ്യുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്ന് പിന്നെ എന്താ പറയുക, ഒന്ന് ട്രിക്കി ആയിട്ട് ചിന്തിക്കാൻ പറ്റണേ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നാച്ചറാണ്, ലിങ്ക്ഡ് ടു ദ ഗ്രൗണ്ട് തിയറി ആണെന്ന് പറയുന്നുണ്ട്. റിസർച്ച് എന്തിനാണ് എന്നുള്ളത് ചോദിച്ചാൽ അതൊരു എന്താ വാല്യൂ ബേസ്ഡ് അല്ല. പിന്നെയോ 1ഉം 3ഉം റോങ് ആണെന്നാണ് പറയുന്നത്. വാല്യൂ ബേസ്ഡും അല്ല, കോമൺ സെൻഷ്യൽ അല്ല, അല്ലേ, എവിഡൻസ് ബേസ്ഡും ബ്രിങ്ങിങ് കാഷ്വൽ കണക്ഷനും ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്താണ്, സിങ്ക്രോണിക് ആണ് അല്ലേ. സിങ്ക്രോണിക് എന്ന് വെച്ചാൽ ചെറിയ സമയം കൊണ്ട് കുറേ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് അൺസിങ്ക്രണൈസ്ഡ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ജസ്റ്റ് ഒരു റിവൈസ് ചെയ്തത്. 10-15 മിനിറ്റ് കൊണ്ട് 10-12 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു കേട്ടോ.